السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبادة بن الصامت رضي الله عنه عن النبي صلى الله عليه وسلم قال: من تعار من الليل فقال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي الحميد. ثم قال: اللهم اغفر لي أو دعا استجيب له فإن تضلأ وصلى قبلت صلاته. റവാഹു അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉറക്കവുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വന്നിരുന്നത്. ഇന്നലെ പറയുകയുണ്ടായി, നമ്മൾ ഉറക്കത്തിൽ മനുഷ്യന്റെ ഒന്നുകിൽ ആഗ്രഹങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അയാളുടെ ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നോ ഉത്ഭവിക്കുന്ന സ്വപ്നം കാണുകയാണ് എങ്കിൽ നല്ലത് മറ്റുള്ളവരോട് പറയാം, ചീത്തയാണ് എങ്കിൽ ഒരാളോടും പറയരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇനി ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ് ഞെട്ടിച്ചാടുക. അതൊരു രോഗമായി, ദോഷമായി, ദുശകുനമായി, ഭയപ്പെടുന്ന എന്തോ കാര്യമായിട്ടൊക്കെ കാണും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ചരട് കെട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും ആലിമിന്റെ അടുക്കൽ, ഉസ്താദിന്റെ അടുക്കൽ, പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന കാണാം. എന്തിനാ? മന്ത്രി ചോദിക്കാൻ വേണ്ടി. കുട്ടിക്ക് എന്തോ പ്രയാസം. അത് കുട്ടിക്ക് മാത്രമേ നമുക്കുണ്ടാവും. എങ്ങനെ? ഇപ്പൊ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം ഉള്ളൊരു സീസണിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ടൂറ് പോവുകയാണ്. എവിടെ? ഉറക്കത്തിലാണ് ടൂറുള്ളത്. അങ്ങനെ പോയി വണ്ടിയുടെ കൊക്കയിലേക്ക് ചാടുക. നിന്റെ മോനും വിളിച്ച് നീച്ചു നോക്കുമ്പോൾ നമ്മൾ കിടന്ന അതേ ബെഡിൽ തന്നെ ഉള്ളത്, വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? മനുഷ്യന്റെ ഉറക്കത്തിൽ സംഭവിക്കുന്ന സ്വപ്നത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെ ഉണ്ടാകുന്നതിനാണ് തആറ എന്ന് പറഞ്ഞ് ഞെട്ടിച്ചാടുക. ഇതൊരു അസുഖമോ രോഗമോ ദുശകുനമോ ഒന്നുമല്ല. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കേവലം 5 നേരം നിസ്കാരവും വെറും നോമ്പും മറ്റു ചില കാര്യങ്ങളും അല്ല. ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ പഠിപ്പിച്ചിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 23 കൊല്ലത്തിനിടയിൽ ഇവിടുന്ന് പോയിട്ടില്ല. അതിന് നിങ്ങൾ സാക്ഷിയല്ലേ സ്വഹാബത്ത് എന്ന് വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് സാക്ഷിയാണ്. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാത്തൊരു കാര്യമില്ല. അത് ആധുനികനെന്നോ പൗരാണികനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ കൃഷിക്കാരനെന്നോ എന്നൊരു വ്യത്യാസം, എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു ദീൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആറ മിനൽ ലൈലി, ഏതെങ്കിലും ഒരാൾ അയാളുടെ ഉറക്കത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയാസകരമായിട്ട് ഞെട്ടി ഉണർന്ന് ശബ്ദമുണ്ടാക്കി എഴുന്നേറ്റാൽ, അങ്ങനെ കാണാൻ പറ്റും. ശബ്ദം ഉണ്ടാവും, നമ്മളറിയില്ല അത് ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ എന്തുണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? വേഗം എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റു പരിപാടികളിലേക്ക് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്റുകളും ദുആകളും ഒക്കെ നമുക്ക് അറിയുന്നത് തന്നെ, പല ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു ലഫ്ളിലുള്ളതാണ് നമ്മൾ അലിയുൽ ഹമീദ് എന്ന് കൂടി കാണാൻ പറ്റും. സുമ്മ ഖാല, ദിക്ർ പറഞ്ഞ പിന്നെ അവൻ നീളം. സുമ്മ ഖാല, പിന്നെ അവൻ പറയാം, എന്താ പറയണ്ടത്? അല്ലാഹുമ്മ യഗ്ഫിർ ലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തായോ. ഔ ദഅ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുആ. ആ നേരത്ത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ദുആ ചെയ്താൽ ഉസ്തജീബ ലഹു, അവൻ ആ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഫഇൻ തവദ്ദഅ, ഇനി അയാൾ അവിടുന്ന് എഴുന്നേറ്റ് ഉളു ശരിയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഉളു മുറിയുകയോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ട് എനിക്കതൊരു പൂർണ്ണത കൈവരിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ? തവദ്ദഅ, ഉളു ചെയ്യട്ടെ. വസല്ല, എന്നിട്ട് നിസ്കരിക്കട്ടെ. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഖബലത് സ്വലാത്തുഹു, അയാളുടെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കും. പ്രാർത്ഥന, ദുആ അല്ലാഹു സ്വീകരിക്കും. അതുപോലെ തന്നെ അയാളുടെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കും. നമ്മൾ നിസ്കരിക്കുന്ന 5 നേരം നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോ അല്ലാഹു ആയാലും നമുക്കറിയില്ല. എന്നാൽ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അയാളുടെ ദുആയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുകയും ചെയ്യും, അതോടൊപ്പം നിസ്കാരം സ്വീകരിക്കുകയും. അപ്പൊ ഞെട്ടി ഉണരുക എന്നുള്ളത് ദോഷമാണോ, ശകുനമാണോ, പ്രയാസമാണോ, ബുദ്ധിമുട്ടാണോ? അല്ല. അതിലും അള്ളാഹു വെച്ചിട്ടുള്ളത് എന്താ? ഈ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു ദിവസത്തെ അപ്ഡേഷൻ
പാപങ്ങൾ കഴുകിക്കളയുക എന്നുള്ളതും അയാളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുക എന്നുള്ളതും. ഒരുപക്ഷെ മഹത്തരമായ ളുഹറിനേക്കാൾ അസറിനേക്കാളൊക്കെ മഹത്തരമായിരിക്കും ആ 2 റക്അത്ത് അല്ലാഹു സ്വീകരിച്ചാൽ. ബാക്കിയുള്ള സ്വീകരിച്ചോ അല്ലാഹുവാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തും അമലും ദിക്റും ഔറാദുകളും ഒക്കെ പാകപ്പിഴവുകൾ ഇല്ലാതെ കബൂലാകുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അബദ്ധങ്ങളും അനർത്ഥവും അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്ന തെറ്റും കുറ്റവും ചെറുതും വലുതുമായ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ളവരും രോഗികളുമായ ആളുകൾ ഷാഫിയായ റബ്ബ് രോഗികൾക്ക് ആജലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.